അപ്പോൾ ഞങ്ങൾ ഇന്ന് ബത്തേരി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിന് മുമ്പിലാണ്. ഇവിടെ എന്തിനാണ് വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി ഒരു ചെറിയ സ്കീം ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഇവിടുന്ന് എന്താണ് വാങ്ങിയത് എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. കയറിയപ്പോൾ തന്നെ കണ്ണ് ചിമ്മിപ്പിക്കുന്ന കുറേ നെക്ലേസും മാലകളും നല്ല കളക്ഷൻസൊക്കെ ഉള്ള കുറേ മോതിരം, കമ്മൽ, ചെയിൻ, കുറേ കാര്യങ്ങൾ കണ്ടു. പക്ഷേ ഞങ്ങൾ ഇതൊന്നുമല്ല വാങ്ങാൻ വന്നിട്ടുള്ളത്. കണ്ടപ്പോൾ ഇതൊക്കെ നല്ല കൗതുകം തോന്നി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ കളക്ഷൻസും അടിപൊളിയാണ്. സ്വർണത്തിന് ഇത്ര വില കൂടിയിട്ടും ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ കടയിലുണ്ടായിരുന്നു. അവർ സ്കീമിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ എടുക്കാൻ വന്ന സാധനം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കുറേ മടുത്തപ്പോൾ ഞാനിവിടെ വന്ന് കുറേ നെക്ലേസും അതേപോലെ കുറേ മാലകളിലേക്കൊക്കെ നോക്കിയിരുന്നു. അതിലെനിക്കൊരു അടിപൊളി ഇഷ്ടപ്പെട്ടൊരു മാല കണ്ടിരുന്നു. ഞാൻ അതിലേക്ക് തന്നെയായിരുന്നു ശ്രദ്ധ. പക്ഷെ അതെന്തായാലും അങ്ങനെ നടക്കില്ലെന്നറിയാം. ബ്രൈഡ്സിനൊക്കെ പറ്റിയ അടിപൊളി ഡിസൈൻ കളക്ഷൻസൊക്കെ ഉള്ള മാലകൾ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് അതേപോലെ മാലയൊക്കെ നോക്കുന്നതും മോതിരവും അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുന്നതൊക്കെ കണ്ടിട്ട് ഉപ്പച്ചി അവിടുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു അർത്ഥത്തിലുള്ളൊരു ചിരി. അപ്പോൾ ഗൈസ്, ഇപ്പച്ചി അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പോയ സമയത്താണ് അവിടെ ഒരു കാഴ്ച കണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മാലകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു സംഭവം. അതെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കുറേ മാലകൾ, നെക്ലേസുകളുടെ സെക്ഷൻസ്. എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ വളകളുടെ സെക്ഷനിലോട്ട് നോക്കി. അവിടെ തന്നെ കുറേ നല്ല കാണാൻ രസമുള്ള വളകളോ സെക്ഷൻസൊക്കെ ആയിരുന്നു. അവിടെ നല്ല കാണാൻ രസമുള്ള കളക്ഷൻസും കുറേ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന കാര്യത്തിലോട്ട് കടന്നു. ഇപ്പച്ചി സാധനമൊക്കെ ഞങ്ങൾ എടുത്ത് അത് ബില്ലടയ്ക്കുകയാണ്. ഇമ്മച്ചി സ്കീമിൽ അടച്ച പൈസേനേക്കാളും കുറച്ചും കൂടി എക്സ്ട്രാ പൈസ അങ്ങോട്ട് അടച്ചിട്ടാണ് സ്വർണ്ണം എടുത്തിട്ടുള്ളത്. കാരണം സ്വർണ്ണത്തിന് ഇപ്പം അത്യാവശ്യം വിലയാണല്ലോ. അപ്പോൾ അതാ ബില്ലൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. പുതിയ ഒരു സ്കീമും കൂടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. കാരണം മാസം കയ്യിലുള്ളത് അടച്ചാൽ മതിയല്ലോ. നമുക്കിതേപോലെ സ്വർണ്ണങ്ങളൊക്കെ ഇനിയും പോയിട്ട് എടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ വേറൊരു സ്കീമും കൂടി തുടങ്ങി. ചെറുതാണെങ്കിലും പിന്നീട് ഒരു സേവിങ്സ് ആയിട്ട് അത് ഉപയോഗിക്കുമല്ലോ ഗൈസ്. അപ്പോൾ അത്രയും വലിയ സാധനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കുഞ്ഞി കമ്മലാണ്. ഉമ്മച്ചി കൂടിയ സേവിങ്സ് പിന്നെ ഞങ്ങൾ അടച്ച പൈസക്കൊക്കെ പറ്റിയ ഒരു കമ്മലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറുതാണെങ്കിലും ഒരു സ്കീമിൽ ഉമ്മച്ചി കൂടിയത് കൊണ്ട് ഇതേപോലത്തെ ഒരു കമ്മൽ വാങ്ങാൻ പറ്റി. അപ്പോൾ എനിക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.